ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്ന് ഒമാൻ്റെ നാഷണൽ ഡേ ആയതുകൊണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. നേവൽ ഷോ ഉണ്ട്. മീൻസ് നമ്മളെ കപ്പലും ഫൈറ്റർ ജെറ്റൊക്കെ ആയിട്ടുള്ള ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബീച്ചിൻ്റെ സൈഡ് പോലീസുകാർ ഫുള്ള് അടിച്ചു വെച്ചതായതുകൊണ്ട് അങ്ങോട്ട് വണ്ടി കൊണ്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിലൂടെ പോയി ബ്ലോക്ക് ആവുന്നതിന് നമ്മൾ വേറൊരു റൂട്ട് എടുത്തും കണ്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ അവിടേക്ക് നടന്നു പോവുകയാണ്. കുറച്ച് തോനെ നടന്നു പോകാനുണ്ട് കേട്ടോ. നടന്നതിന് ശേഷമാണ് ഞാനത് അറിയുന്നത്. ഇപ്പം നമ്മൾ പുറം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് പരിപാടികളുണ്ട്. നാഷണൽ ഡേ ഗൈസ്, ഇതൊക്കെ ബ്ലോക്കാണ്. ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ഷോട്ട് അടിച്ചു. കരയല്ലേ, ഒരടി നടക്കാനുള്ള ഇത് നോക്കില്ല. പോലീസുകാരൊക്കെ ഉണ്ട്. ഫുൾ ബ്ലോക്കാണ് ഗൈസ്. മൊത്തത്തിലൊരു വൈബുണ്ട്, ആകെ കൂടിയൊരു രസം. അമ്മായി ഇവിടെ എത്തിയോ? എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇവിടെ പിങ്ക് ആണെങ്കിൽ ഇവിടെ ചോപ്പ്, ഇവിടെ ചോപ്പാണെങ്കിൽ ഇവിടെ വെള്ള. അതേപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അല്ലേ, നല്ല സ്മെല്ല്. ഒരു ഭാഗത്ത് ആഘോഷം. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഡെലിവറി വാൻ, ബൈക്ക്. ഒരു ഭാഗത്ത് ജീവിതം. ഇവിടെ സുൽത്താൻ വരുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ട് ഫുള്ള് ബ്ലോക്കും ആക്കിയിട്ടുണ്ട്. എല്ലാവരും നടന്നു പോകും. ഫുള്ള് പോലീസാണ്. ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. കുറേ ആൾക്കാരുണ്ടല്ലേ. എന്തോരം ആൾക്കാരല്ലേ ഇതിനെ പറയല്. കപ്പലല്ലേ എന്തായാലും എന്ന് പറയല്ലേ, ഉരിയില്ലേ, ഉരു. കൊറേ കപ്പലുണ്ട്. എങ്ങുണ്ട്, പക്ഷെ തേങ്ങ കുറവല്ലേ. പാലത്തിനോളൊക്കെ ആൾക്കാരാ. കടലിലുള്ള ഒരു പാറാണ്. ഒറ്റ നോട്ടത്തിൽ നല്ല കപ്പല് പോലെയൊക്കെ ഉണ്ടാവല്ലേ. ആൾക്കാരാണല്ലോ. Thank you.
പിന്നെ വെടിക്കെട്ടുണ്ട് രാത്രി 8 മണിയൊക്കെ ആവുന്നുണ്ടാവും. കുറേ വെയിറ്റ് ചെയ്യണം. വളരെ സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഒരു പൊതുവെ ഒമാനീസ് ഈ ക്യാമ്പിങ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഫാമിലി ഔട്ടിങ് ഇങ്ങനെ പോയി ഇരിക്കും, ഒരു പായൊക്കെ വിരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. ഒരു വൈബാണ്. ഫുഡ് കൊണ്ടുവരും കഴിക്കും. ഓ അവിടെയൊക്കെ ഫുൾ ആൾക്കാരായിട്ടോ ഗൈസ്. നമ്മളീ പരിപാടിക്ക് ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ വിലക്ക് ഭയങ്കര സെറ്റപ്പായിട്ടാണ് വന്നത്. നമ്മൾ ഇതൊന്നും അറിയാത്തതുകൊണ്ട് നേരെ വന്നതാണ്. കുറച്ച് നേരമായി നമ്മൾ വന്നിട്ട് കുറേ നമ്മൾ വെയിറ്റ് ചെയ്ത്. പക്ഷേ 8:30-9 മണിക്കെങ്ങാനാണ് ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങുക. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അത്രയും നേരം ഇരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ പോകുന്ന കുറച്ച് കഴിയാൻ ലേസർ പരിപാടി തുടങ്ങിയെന്നാണ് കേട്ടത്. പിന്നെ വെടിക്കെട്ട് 9:30 എങ്ങാനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ ഒരു കപ്പലിൽ നിന്നാണ് കേട്ടോ ചെയ്യുക. കപ്പലിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുത്തിരുന്ന് കാണാൻ നല്ല രസമൊക്കെയാണ്. ബട്ട് ഞങ്ങൾക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോയി. ട്രാഫിക് ഉള്ളത് കൊണ്ട് ബസ്സിൽ അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കുക. ആൾക്കാരൊക്കെ ബസ്സിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പോലീസ് വണ്ടി ഞാൻ നീഡ് ഫോർ NFS മോശം വണ്ടറിൽ മാത്രം ഇങ്ങനെ നിർത്തിയിട്ട് കണ്ടിട്ടുള്ളൂ. എന്തായാലും ഈ രാത്രി ഭയങ്കര രസമല്ലേ കാണാൻ. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫുൾ പരിപാടി നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഇന്റർനാഷണൽ ഡേ ഒക്കെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.